കോഴിക്കോട് കോർപ്പറേഷൻ അറിവ് ഗ്രന്ഥപുരയ്ക്ക് ദർശനം ലൈബ്രറി പുസ്തകങ്ങൾ കൈമാറി. സാഹിത്യ നഗരം പദ്ധതിയിൽ നിന്നും ലഭിച്ച ഉപകരണങ്ങൾ ദർശനം ഗ്രന്ഥശാലയ്ക്ക് കോർപ്പറേഷനും കൈമാറി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ഭാഗമായാണ് യുനെസ്കോ സാഹിത്യ നഗരമായ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ അറിവ് ഗ്രന്ഥപുരയിലേക്ക് ദർശനം ഗ്രന്ഥശാല പുസ്തകങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. കവി പി.കെ. ഗോപിയിൽ നിന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ദർശനം ഗ്രന്ഥശാല മാത്രമല്ല, വ്യത്യസ്തമായ നിരവധി പരിപാടികൾ നടത്തുന്ന സാംസ്കാരിക ഇടം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. ദർശന വായനശാല മാത്രമല്ല അവിടെ, അത് വലിയ ഒരു സാമൂഹ്യ ഇടമാണ്. അവിടെ നടക്കുന്ന പ്രവൃത്തികൾക്ക് പരിധികളില്ല. അത്ര വലിയൊരു കൂട്ടായ്മയും ആ പ്രദേശത്തിൻ്റെ വെളിച്ചവുമാണ് ദർശന. 3-4 വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടിയ പുസ്തകങ്ങൾ അവർ നമുക്ക് നൽകുകയാണ്. 10,000 രൂപയിലേറെ മുഖവിലയുള്ള, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ പുസ്തകങ്ങളാണ്, അവാർഡുകൾ കിട്ടിയ പുസ്തകങ്ങളാണ്, നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ പൊതുജനങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് വായിക്കാനും വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരിച്ചു വയ്ക്കാനും, അഥവാ 1-2 വീട്ടിൽ കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ വളരെ വിശാലമായ അർത്ഥത്തോടു കൂടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് IIM ഒരുക്കി തന്ന ഈ ഒരു ലൈബ്രറി ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് കിട്ടുന്ന ഇത്രയേറെ പുസ്തകങ്ങൾ വളരെ വിലപിടിച്ചതായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ മൊത്തം കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസ് അറിവ് കോർണറിൽ നടന്ന ചടങ്ങിൽ 10,075 രൂപ വിലയുള്ള 65 പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. ദർശനം ഗ്രന്ഥശാലയ്ക്ക് സാഹിത്യ നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,10,660 രൂപയുടെ ഉപകരണങ്ങളുടെ താക്കോലുകൾ മേയറിൽ നിന്നും കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം കെ നജ്മ ഏറ്റുവാങ്ങി. സാഹിത്യ നഗരം ചുമതല വഹിക്കുന്ന AK സരിത പുസ്തക ലിസ്റ്റ് ദർശനം രക്ഷാധികാരി MA ജോൺസണിൽ നിന്നും സ്വീകരിച്ചു. സതീശൻ കൊല്ലറയ്ക്കൽ, മിനി ജോസഫ്, P ജസീലുദ്ദീൻ, പ്രസന്ന നമ്പ്യാർ, MN രാജേശ്വരി, KP മോഹൻദാസ്, K സുരേഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബ ഭദ്രതയും സനാതന ധർമ്മത്തിന്റെ പ്രസക്തിയും എന്ന വിഷയത്തിൽ വളയനാട്